നമസ്കാരം. പ്രധാന വാർത്തകൾ. വിഭജികയുടെയും കുഞ്ഞിന്റെയും ദുരൂഹമരണം. അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശിനി വിഭജികയുടെയും കുഞ്ഞിന്റെയും മരണം സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. നിലവിൽ ശാസ്താംകോട്ട ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. അന്വേഷണ സംഘത്തെ ഉടൻ തന്നെ തീരുമാനിക്കും. ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ പുറത്തിറങ്ങുമെന്നും അറിയിപ്പുണ്ട്. കാട്ടാനക്കലിയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടു. കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സ്വദേശി പുരുഷോത്തമനാണ് മരിച്ചത്. രാവിലെ 10:30 സംഭവമുണ്ടായത്. പെരുവന്താനം പഞ്ചായത്തിൽപ്പെട്ട മദമ്പ എന്ന സ്ഥലത്താണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. റബ്ബർ തോട്ടം പാട്ടത്തിനെടുത്ത് ടാപ്പിംഗ് നടത്തുന്ന ആളാണ് പുരുഷോത്തമൻ. മകനും ഒപ്പമുണ്ടായിരുന്നു. രണ്ടുപേരും കൂടി ടാപ്പിംഗ് നടത്തുന്നതിനിടെ കാട്ടാനക്കൂട്ടം ഇവരെ ആക്രമിക്കുകയായിരുന്നു. ആദ്യം മകന്റെ നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത്. മകൻ ഓടി രക്ഷപ്പെട്ടു. അതിനിടെ ആനക്കൂട്ടം പുരുഷോത്തമന് നേരെ തിരിയുകയായിരുന്നു. ആന പുരുഷോത്തമനെ തട്ടി താഴെയിട്ടതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റു. ഉടൻ തന്നെ ആളുകളെല്ലാം ചേർന്ന് മുണ്ടക്കയത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. KSRTC ബസ്സിൽ നഗ്നതാ പ്രദർശനം. ദൃശ്യങ്ങൾ പുറത്തുവിട്ട യുവതി. യാത്രക്കാരനായി അന്വേഷണം. കൊട്ടിയത്ത് നിന്നും കൊല്ലത്തേക്കുള്ള യാത്രക്കിടെയാണ് യുവതിക്ക് യാത്രക്കാരിൽ നിന്ന് ദുരനുഭവം ഉണ്ടായത്. യാത്രക്കാരന്റെ ലൈംഗിക വൈകൃതം യുവതി മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. മാവേലിക്കര ഡിപ്പോയ്ക്ക് കീഴിലുള്ള KSRTC ബസ്സിലാണ് സംഭവം ഉണ്ടായത്. ബസ്സിൽ തിരക്ക് കുറവായിരുന്നു. യാത്ര തുടങ്ങി കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴാണ് തൊട്ടപ്പുറത്തെ സീറ്റിലിരിക്കുന്ന ഇയാളുടെ പ്രവൃത്തി യുവതി ശ്രദ്ധിച്ചത്. സംഭവം കണ്ടതോടെ പരിഭ്രാന്തിയായെന്നും തുടർന്നാണ് മൊബൈലിൽ ദൃശ്യം പകർത്തിയെന്നും യുവതി പറഞ്ഞു. നഗ്നതാ പ്രദർശനം നടത്തിയയാളുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ഇയാൾക്കായി അന്വേഷണം ആരംഭിച്ചതായും ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് വിവരം. നടൻ ബാബുരാജിനെതിരെ സാമ്പത്തിക തട്ടിപ്പിന് കേസെടുത്ത് പോലീസ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നടന് നോട്ടീസ് അയച്ചു. റിയൽ എസ്റ്റേറ്റ് ബിസിനസിനായി ആന്ധ്ര, കർണാടക, പഞ്ചാബ് സ്വദേശികളിൽ നിന്നായി ബാബുരാജ് 1,61,00,000 രൂപ തട്ടിയെന്നാണ് പരാതി. ആലുവ പോലീസിന് നൽകിയ പരാതി അടിമാലിയിലേക്ക് കൈമാറുകയായിരുന്നു. അതേസമയം നോട്ടീസ് അയച്ചെങ്കിലും ബാബുരാജിനെ കണ്ടെത്താനായിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. ഗ്രേറ്റ് വെസ്റ്റേൺ ഡെവലപ്പേഴ്സ് എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കായാണ് ബാബുരാജ് നിക്ഷേപം സ്വീകരിച്ചത്. വഞ്ചനക്കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കേരളത്തിൽ തിരിച്ചടി ഭയന്ന BJP. കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് തെറ്റിദ്ധാരണ മൂലം. ഞങ്ങൾ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്കൊപ്പം എന്ന് പ്രഖ്യാപിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കുന്നവരെ BJP കൂടെയുണ്ടാകുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. അതേസമയം ബജ്രംഗ് ദൾ ഒരു സ്വതന്ത്ര സംഘടനയാണെന്നും അദ്ദേഹം പറഞ്ഞു. തെറ്റിദ്ധാരണ മൂലമുണ്ടായ അറസ്റ്റാണ് ഉണ്ടായത്. ഇക്കാര്യം ഛത്തീസ്ഗഡ് സർക്കാരിനെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. വിഷയത്തിൽ ഇടപെടാൻ ജോർജ് കുര്യന് മന്ത്രി എന്ന നിലയിൽ പരിമിതിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.